ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ചാട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ചമാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ്, ഒരു പീസ് മതി. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കുറച്ച് പുതിനയില, ഒരു നുള്ളു മതി. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു ശർക്കരയുടെ ഒരു പീസ്. കൂടുതൽ മധുരം വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു പച്ചമുളക്, ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് പിന്നെ റെഡ് ചില്ലി പൗഡർ വേണം, അയമോദകം വേണം, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് വേണം, പിന്നെ എരിവുള്ള ഇച്ചിരി മുളക് പൊടി വേണം, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, പിന്നെ കുരുമുളക് വേണം, ഉപ്പ് വേണം, പിന്നെ കുറച്ച് കടലമാവാണ് വേണ്ടിയത്. ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് കടലമാവ് എടുക്കുകയാണ്. സ്വാദിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ അയമോദകം അത് കൈയുടെ വെള്ളയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഞെരടിയതിന് ശേഷം വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് തൈരാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്ലഫി ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈനോയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ കൂടെ ചേർക്കാം. പക്ഷെ ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല, കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നമുക്കിത്, എന്നാൽ ഒരുപാട് വെള്ളമാകാൻ പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല. ആ ഒരു പരുവത്തിൽ വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി അടച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. അത് ഞാനൊരു മിക്സിയുടെ ബൗളെടുത്തു. നമുക്ക് ഈ മാങ്ങയൊന്ന് പുളിയെടുക്കണം. 2 പൂള് മാത്രമേ ഞാൻ അതിലേക്ക് ഇടുന്നുള്ളൂ. നല്ല പുളിയുള്ള മാങ്ങയാണ്. മാങ്ങ ചെറിയ പീസസാക്കി മിക്സിയിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ ശർക്കര ഒന്ന് പീസാക്കി ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുത്തു. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. അതൊന്ന് കീറി ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് പുതിനയില അത് കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം അതിൻ്റെ ഒരു വല്ലാത്ത ടേസ്റ്റ് അല്ലേ. ആ ടേസ്റ്റ് ചിലപ്പോൾ കൂടുതൽ ഇല ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കത്തില്ല. കുറച്ച് പുതിനയിലയും അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും കൂടെ ഇടുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ കുരുമുളകാണ്, കുറച്ച് കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അത് വയറിന് നല്ലതാണ്, അതുപോലെ ടേസ്റ്റിനും നല്ലതാണ്. ഇതിനിയൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് പേസ്റ്റ് പോലല്ല, നല്ല വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കണം. ഇത് ഞാനൊരു ബൗളിലേക്ക് ഇടുകയാണ്. മിക്സി കഴുകി അതിനകത്തിലേക്ക് ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം അതിനകത്തിലേക്ക് ആദ്യം ഒഴിച്ച് കൊടുത്തു. പക്ഷെ അത് പോരായിരുന്നു, കുറച്ചുകൂടെ ഒരു 4 കപ്പ് വെള്ളം ഞാൻ അതിനകത്തിൽ ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ടോട്ടൽ 4 കപ്പാണ് ഒഴിച്ചത്. ഇപ്പോൾ അതിൻ്റെ കറക്റ്റ് പരുവമായി നല്ല ലൂസായിട്ട് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മാങ്ങയുടെ പുളിയും മധുരവും എരിവും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ്. മല്ലിയിലയുടെയും പുതിനയിലയുടെയും കൂടെ രുചി നല്ലതാണ്. പിന്നെ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ടു. ഇത് തിളക്കിയൊന്നും വേണ്ട, ചെറിയൊരു കൈയിട്ടാൽ നമുക്ക് ചൂടറിയണം, അതുപോലെ ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോഴിത് ചൂടായിട്ടുണ്ട്, നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ കടലമാവ് നല്ല കറക്റ്റ് പരുവമായിട്ട് ഇരിപ്പുണ്ട്. ഒന്നുകൂടെ കുതിർന്ന് ഒന്ന് ഫ്ലഫി ആയിട്ട് ചെറിയതായിട്ട്, ഒരുപാടങ്ങ് ഈനോയൊക്കെ ഇടുന്നത് പോലെ ആവത്തില്ല, പക്ഷേ എന്നാലും നന്നായിട്ട് കൈകൊണ്ടൊന്ന് പതപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും.
ഈ കറക്റ്റ് പരുവത്തിനാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. കണ്ടോ, ഈ പരുവാണ് ഇതിന് വേണ്ടിയത്. കറക്റ്റ് പരുവത്തിനാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കണം. ഒരു പാനിൽ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഉടനെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അപ്പോൾ അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. കൈ കൊണ്ട് തന്നെയാണ് അത് കോരി ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെ അതിട്ട് കൊടുക്കുകയാണ്. പെട്ടെന്നങ്ങ് ഇളക്കണ്ട. ഒരു വശം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇളക്കിയിട്ടിട്ട് മറുവശം കൂടെ മൂത്ത് കഴിയുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. 2 വശവും മൂത്ത് കഴിഞ്ഞു. ഞാനത് കോരിയെടുക്കുകയാണ്. 2 പ്രാവശ്യം എനിക്ക് കോരി ഒഴിച്ച് ഉണ്ടാക്കാനുണ്ടായിരുന്നു. പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. നമ്മൾ വറുത്ത് കോരിയത് ചൂടാക്കി വെച്ചിരുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പ്ലേറ്റ് കൊണ്ടത് അടച്ചു വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ഭാരം വെക്കണം. രണ്ടാമത്തേതും ഞാൻ വറുത്ത് കോരി കഴിഞ്ഞു. അന്നും ഞാൻ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചു. കാരണം അതിൻ്റെ ആ എണ്ണമയം മുഴുവനും ആ വെള്ളത്തിലേക്ക് പോകും. അപ്പോൾ ഭാരം വെച്ചിരിക്കുന്നത് അത് താഴ്ന്ന് കിടക്കാൻ വേണ്ടിയാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് മതി. ഇനി നമുക്കിത് തുറന്നിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവൻ ഞെക്കി പിഴിഞ്ഞ് എടുക്കണം. കണ്ടില്ല, അതിനകത്തിൽ ആ എണ്ണമയം മുഴുവൻ അതിൽ പോയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഞെക്കി പിഴിഞ്ഞ് ഇനി എടുത്താൽ മതി. ഒരുപാട് സമയം ഇട്ട് കഴിഞ്ഞാൽ കടലമാവല്ലേ ഇതങ്ങ് കുതിർന്നു പോകും. ഒരുപാട് സമയം ഇടണ്ട, 2-3 മിനിറ്റ് മാത്രം മതി. ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ നല്ലപോലെ എണ്ണമയം പോയിട്ടുണ്ട്. മുഴുവൻ പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം കണ്ടോ നിറച്ച് എണ്ണയാണ്. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടെ അരച്ച്, മാങ്ങയെല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഇതിനകത്തിലേക്ക് അതെല്ലാം ഇട്ട് കൊടുത്തു. ആ വറുത്ത് വെച്ചത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. പിന്നെ റിങ് പോലെ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അല്പം പുതിനയില, അതിൻ്റെ കൂടെ തന്നെ അല്പം മല്ലിയിലയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കടിക്കുമ്പം നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇതെല്ലാം കൂടെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.